വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളേക്ക് നിങ്ങൾ നോക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമുക്കറിയാം ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ എലമെന്റ് വെച്ചിട്ടാണ്. എല്ലാ മനുഷ്യനെയും നിർമ്മിക്കപ്പെട്ട ഇൻഗ്രീഡിയന്റ്, ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്നുള്ളത് സെയിം ആണ്. പക്ഷേ എത്ര വൈവിധ്യങ്ങളാണ്. ഒരേ മുഖമുള്ള രണ്ടാളുകളില്ല, അതേപോലെ തന്നെ ഒരേ ശബ്ദമുള്ള രണ്ടാളുകളില്ല. കോടാനുകൂടി മനുഷ്യരെ മുഴുവൻ അത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചു. അതേപോലെ തന്നെ കണ്ണുകൾ, ഏറ്റവും ആധുനികമായിട്ട് നമ്മൾ കണ്ടെത്തിയ ഐ ഫിംഗർ പ്രിന്റ്, രണ്ട് മനുഷ്യർ തമ്മിൽ അവരുടെ കണ്ണുകളുടെ രക്തധമനികളുടെ പാറ്റേൺ 200-ലധികം വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനി അതെല്ലാം വിട്ട് മനുഷ്യനെ നിർമ്മിക്കാൻ ഉപയോഗിച്ച കോശങ്ങൾ അത് മാത്രം മതി. സുബ്ഹാനല്ലാഹ്, അതിന്റെ സങ്കീർണതകൾ എത്രയാണ്. ഓരോ മനുഷ്യന്റെയും ജീവന്റെ സ്ക്രിപ്റ്റ് 4 അക്ഷരങ്ങൾ കൊണ്ട്, AGCT എന്നറിയപ്പെടുന്ന 4 ന്യൂക്ലിയോടൈഡ് ബേസുകൾ കൊണ്ട് ഓരോ മനുഷ്യന്റെ ആ സൂക്ഷ്മ കോശത്തിനകത്ത് DNA കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം മുന്നിലുണ്ടായിട്ടും ദൈവത്തിന് തെളിവ് ചോദിക്കുന്ന, യഥാർത്ഥത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യം വെള്ളത്തിന് തെളിവ് ചോദിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിട്ടും ദൈവത്തിന് തെളിവ് ചോദിക്കുന്നത്. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ മുഴുവൻ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തവരാണ്. خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه